കട്ടക്കലിപ്പന്റെ കാന്താരി മാലാഖ. രചന വർണ്ണ ദേവദത്തൻ. അവതരണം സാലിം കരുളായി. ദത്തൻ അവളുടെ കീച്ചുണ്ടിനെയും മേൽച്ചുണ്ടിനെയും മാറി മാറി നുകർന്ന് പതി അവളെ കടിച്ചതും വർണ്ണയൊന്ന് ഉയർന്നു പൊങ്ങി. ദത്തൻ അവളുടെ ഇരു കൈകളും സൈഡിലേക്ക് വെച്ച് തൻ്റെ വിരലിൽ കോർത്തു പിടിച്ച് ഗാഠമായി അവളെ ചുംബിച്ചു. ചുംബനത്തിൻ്റെ തീവ്രത കൂടി വന്നതും അവരുടെ നാവുകൾ തമ്മിൽ കെട്ടിപ്പിടിഞ്ഞു. പരസ്പരം ഉമിനീര് രക്തവും കലർന്നു. ശ്വാസം കിട്ടാതെ ആയതും ദത്തൻ അവളെ സ്വതന്ത്രയാക്കി. ശേഷം അവൻ്റെ ചുണ്ടുകൾ താഴേക്ക് അരിച്ചിറങ്ങി നേരെ തൊണ്ടക്കുടിയിൽ വന്നു നിന്നു. അവനവിടെ നാവ് കൊണ്ട് പതിയെ തഴുകിയതും അവൻ്റെ നാവിൻ്റെ സ്പർശം അവളിലെ പെണ്ണിനെയും ഉണർത്തിയിരുന്നു. ദത്തൻ്റെ മുഖം അവൻ്റെ കഴുത്തിലൂടെ ഓടി നടക്കുന്നതനുസരിച്ച് വർണ്ണയുടെ വിരലുകൾ അവൻ്റെ മുടിയിൽ കോർത്തു വലിച്ചു. വർണ്ണിട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ കൈ ദത്തൻ പതിയെ നീക്കി അവളുടെ തോളിൽ പതിയെ ഒന്ന് കടിച്ചു. ശേഷം അവിടെ അമർത്തി ചുംബിച്ചവൻ അവളിൽ നടന്നു മാറി. ദത്തൻ തൻ്റെ ഷർട്ടിൻ്റെ ഓരോ ബട്ടണുകളായി അടിക്കുന്നത് കണ്ടതും വർണ്ണയാകെ പിറക്കാൻ തുടങ്ങിയിരുന്നു. അവൻ വല്ലാത്തൊരു ഭാവത്തിൽ ഷർട്ട് അടിച്ച് വലിച്ചെറിഞ്ഞ ശേഷം വീണ്ടും അവളിലേക്ക് ചേർന്നു. അവളുടെ നെറ്റിയിലായി ചൂണ്ടുവിരൽ ചേർത്ത് അവൻ പതിയെ താഴേക്കുരുസി. അവൻ്റെ വിരലിൻ്റെ ചലനത്തിനനുസരിച്ച് വർണ്ണ ഉമിനീരിറക്കി. അവൻ്റെ ചൂണ്ടുവിരൽ മൂക്കിലൂടെ ഉരസി ചുണ്ടിലൂടെയും കഴുത്തിലൂടെയും ഒഴുകി അവസാനം അവളുടെ ഡ്രസ്സിലായി വന്നു നിന്നു. അവനൊന്ന് കുനിഞ്ഞ് അവൾ ഇട്ടിരിക്കുന്ന ടീഷർട്ട് അടിച്ചു മാറ്റി. ദത്തൻ്റെ നോട്ടം താങ്ങാനാവാതെ വർണ്ണ കണ്ണുകൾ ഇറുകയടച്ചു. അവൻ്റെ ചുണ്ടുകൾ തൻ്റെ കഴുത്തിൽ നിന്നും മാറി ചലിച്ചതും വർണ്ണയൊന്ന് ഉയർന്നു പൊങ്ങി. ഒപ്പം അവളുടെ നഖം അവൻ്റെ നഗ്നമായ പുറത്ത് ആഴ്ന്നിറങ്ങി. അത് ദത്തനിലെ വികാരങ്ങളെ ചൂട് പിടിപ്പിക്കുകയാണ് ചെയ്തത്. അവൻ അവളുടെ മാറിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന താൻ ചാർത്തി ആലിലെ താലിയിൽ മുത്തമിട്ടു. ശേഷം അത് കടിച്ച് ഒരു ഭാഗത്തേക്ക് നീക്കി. അവൻ്റെ മുഖം അവളുടെ അണിവയറിലായി ചുറ്റിക്കിടക്കുന്ന അരഞ്ഞാണത്തിലേക്കാണ് പോയത്. അവൻ്റെ ദന്തങ്ങൾ അവളുടെ നാഭിച്ചുയിൽ അമർന്നും അവൾ വില്ല് പോലെ വളഞ്ഞുപോയി. പതിയെ അവർക്കിടയിലുണ്ടായിരുന്ന വസ്ത്രങ്ങളുടെ മറയില്ലാതായതും വർണ്ണ നാണത്തോടെ തിരിഞ്ഞു കിടന്നു. ദത്തൻ അവളുടെ നഗ്നമായ പുറത്ത് മുഖമുരസി അവളുടെ പിൻകഴുത്തിലായി താടി കൊണ്ട് കിളിയാക്കി. അതോടെ വർണ്ണയിൽ വല്ലാത്തൊരു പരവേശം നിറഞ്ഞു. ദത്തൻ അവളെ തനിക്ക് നേരെ തിരിച്ചിലെടുത്തി. അവളിൽ ഓരോ അണുവിനെയും ദത്തൻ തന്റെ ചുണ്ടുകളാൽ ഉണർത്തിയെടുത്തു. ഇരുവരുടെയും ശ്വാസനിശ്വാസങ്ങൾ ആ മുറിയിൽ ഉയർന്നു. രാത്രിയുടെ ഏതോ യാമത്തിൽ ദത്തൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങി. ഏട്ടാ, അവൾ ഇടറിയ ശബ്ദത്തിൽ വിളിച്ചതും അവളുടെ വേദന ശമിപ്പിക്കാനെന്നോണം ദത്തൻ അവളുടെ ചുണ്ടുകളിലേക്ക് തൻ്റെ ആദരങ്ങൾ ചേർത്തു. വേദനയിലും അവൾ പ്രണയത്തിൻ്റെ സുഖമറിഞ്ഞു. പരസ്പരം ശരീരവും ആത്മാവും മനസ്സും എല്ലാം ഒന്നായ നിമിഷം. അവസാനം ദത്തനൊരു തളർച്ചയോടെ അവളുടെ മാറിലേക്ക് വീണു. വർണ്ണവൻ ഇരു കൈകൊണ്ടും തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അപ്പോഴും ഇരുവരും വല്ലാതെ കിതച്ചിരുന്നു. വേദനിച്ചൊന്നും ഞാൻ ചോദിക്കുന്നില്ല, കാരണം എനിക്കറിയാം ഫസ്റ്റ് ടൈം നല്ല പെയിനായിരിക്കുന്നു. ദത്തൻ അവളുടെ നിറഞ്ഞ മിഴികളിൽ ചുണ്ടുകൾ ചേർത്ത് കൊണ്ട് പറഞ്ഞു. മറുപടിയായി അവൾ അവനെ തന്നിലേക്ക് ചേർത്ത് പിടിക്കുക മാത്രം ചെയ്തു. ഇതാണ് നമ്മുടെ ലൈഫിലെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂമെൻറ്റ്, ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് ദത്തൻ പറഞ്ഞു. കുറച്ചു നേരത്തിന് ശേഷം ദത്തൻ ബെഡിലേക്ക് കിടന്ന് വർണ്ണയെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി. വർണ്ണ തൻ്റെ ഡ്രസ്സിനായി പരതിയെങ്കിലും ദത്തൻ അതിന് സമ്മതിച്ചില്ല. അത് വേണ്ട, ഇന്ന് നേരം പുലരുവോളം നീ എൻ്റെ കൂടെ എങ്ങനെ വേണം? പുതപ്പ് അവളുടെ മാറോളം പുതച്ചുകൊണ്ട് ദത്തൻ പറഞ്ഞു. ദത്താ, എന്താടാ വയ്യേ, ക്ഷീണിച്ചോ? അവൻ ടെൻഷനോടെ ചോദിച്ചു. ഇല്ല, കുഴപ്പമൊന്നുമില്ല. പിന്നുണ്ടല്ലോ, ഇതൊന്നും സിനിമയിൽ കാണുന്ന അത്ര എളുപ്പമല്ലല്ലേ? അവൾ ചെറിയ ചമ്മലോടെ ചോദിച്ചതും ദത്തൻ അവളെ തലയിരിച്ച് നോക്കി. അതിന് നീ ഏത് സിനിമയിലത് കണ്ടത്? മായാനദി, അർജുൻ റെഡ്ഡി, ആദിത്യ വർമ്മ, ആഫ്റ്റർ. അവളൊരു വളിച്ച ചിരിയോടെ പറഞ്ഞതും ദത്തൻ അവൾ ഒന്നുകൂടെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. 32 വയസ്സുള്ള ഞാനും 20 വയസ്സുള്ള നീയും ജീവിതത്തിൽ ഒരിക്കലും കണ്ടുമുട്ടാൻ ചാൻസ് ഇല്ലാത്ത 2 പേര് പെട്ടെന്നൊരു ദിവസം കല്യാണം കഴിക്കുന്നു, പിന്നീട് സ്നേഹിക്കുന്നു. ഇനി അടുത്ത ജന്മത്തിലെ ഇത്ര ലേറ്റാകണ്ട കേട്ടോ. വേഗം തന്നെ എൻ്റെ അടുത്തേക്ക് ഓടി വന്നേക്കണം. ഞാൻ നോക്കിക്കൊള്ളാം എൻ്റെ കുഞ്ഞിനെ, പൊന്നുപോലെ. ദത്തൻ അവളുടെ നെറുകയിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു. അതെങ്ങനെയാ ദത്താ? ഞാനപ്പോൾ ചെറിയ കുട്ടിയായിരിക്കില്ലേ? അത് സാരമില്ല, ഞാൻ ഈ കുഞ്ഞിപ്പെട്ടിനെ ആരും കാണാതെ എടുത്ത് ഓടും. വേറെ ആരും സ്നേഹിക്കണ്ട, ഞാൻ മാത്രം സ്നേഹിച്ചാൽ മതി. അവൻ കളിയായി പറഞ്ഞു. അത് കേട്ട് പറഞ്ഞു ഉറക്കെ ചിരിച്ചു. ഇങ്ങനെ ചിരിക്കല്ലേ പെണ്ണേ, ഇപ്പം പണ്ടത്തെ പോലെയല്ല. കൺട്രോൾ മൊത്തം പോയി കിടക്കുക. ചിലപ്പോൾ പിടിച്ചാൽ കിട്ടില്ല. അത് ചിലപ്പോൾ ഈ അവസ്ഥയിൽ എൻ്റെ കുഞ്ഞിന് താങ്ങാൻ കഴിഞ്ഞത് വരില്ല. അത് കേട്ട് വർണ്ണയുടെ ഹൃദയമെടുപ്പ് വർദ്ധിച്ചു. ഇങ്ങനെ പേടിക്കലെൻ്റെ കുഞ്ഞെ, ഞാൻ വെറുതെ പറഞ്ഞതാ. അത് മനസ്സിലാക്കി ദത്തൻ പറഞ്ഞു. അടിഞ്ഞുലഞ്ഞ അവളുടെ മുടിയും നെറ്റിയിൽ പടർന്ന സിന്ദൂരവും വിയർപ്പിനാൽ കുതിർന്ന അവളുടെ മുഖവും ദത്തനൊരു നിമിഷം നോക്കിക്കിടന്നു. അവൾ എന്താന്ന രീതിയിൽ പുരുകം ഉയർത്തി. സോറി, ഒരുപാട് വേദനിച്ചുല്ലേ?
അവളുടെ നഗ്നമായ തോളിലും കഴുത്തിലും പതിഞ്ഞു കിടന്ന തൻ്റെ പല്ലിൻ്റെ അടയാളത്തിലൂടെ ബെല്ലോടിച്ചുകൊണ്ട് ദത്തൻ ചോദിച്ചു. വാർണ ഒരു പുഞ്ചിരിയോട് അവൻ്റെ ഉള്ളംകൈയിൽ ഉമ്മുവെച്ച് അവനിലേക്ക് ചേർന്ന് കിടന്നു. അവൻ്റെ നെഞ്ചിലെ ചൂടേറ്റ് പറഞ്ഞപ്പോഴും ഉറങ്ങിപ്പോയി. ഒപ്പം അവനും. അപ്പോഴും ആ മുറിയിൽ ചെറിയ ശബ്ദത്തിൽ സംഗീതം ഒഴുകി നടന്നിരുന്നു. പിറ്റേ ദിവസം രാവിലെ ആദ്യം കണ്ണു തുറന്നത് വർണ്ണയാണ്. വാതിലും ജനാലെല്ലാം അടച്ചിരിക്കുന്നതിനാൽ നേരം വെളുത്തൊന്നും അറിയില്ല. കമിഴ്ന്ന് കിടക്കുന്ന വർണ്ണയുടെ നഗ്നമായ പുറത്ത് തലവെച്ച് ഇരു കൈകൾ കൊണ്ടും അവളെ പൊതിഞ്ഞു പിടിച്ചാണ് ദത്തൻ കിടക്കുന്നത്. വർണ്ണ പതിയെ അവൻ്റെ കൈയെടുത്ത് മാറ്റൊരു സൈഡിലേക്കായി നീങ്ങി. ശേഷം ദത്തൻ ഉണർത്താതെ അവൻ്റെ തലയിലേക്ക് വെച്ച് പതിയെ എണീറ്റു. ഒരു ഷോർട്സ് മാത്രമാണ് അവൻ്റെ വേഷം. അവൻ്റെ നെഞ്ചിലും കഴുത്തിലുമായി തൻ്റെ നഖത്തിൻ്റെ പോറലുകളുണ്ട്. വർണ്ണ ശബ്ദമുണ്ടാക്കാതെ പുതച്ചിരിക്കുന്ന പുതപ്പെല്ലാം കൂടി ചുറ്റിപ്പിടിച്ച് ബെഡിൽ നിന്ന് എണീറ്റതും ദത്തൻ അവളുടെ വായിലൂടെ ചുറ്റിപ്പിടിച്ച് ബെഡിലേക്ക് തന്നെ മറിച്ചു. എങ്ങോട്ടാണവ പൂച്ചയെ പോലെ പമ്മി പമ്മി പോകുന്നേ? കണ്ണടച്ച് കിടന്നുകൊണ്ട് ദത്തൻ ചോദിച്ചു. രാവിലെയായി ആണോ? അതിന് ദത്തൻ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തുകൊണ്ട് ചോദിച്ചു. എണീക്കണ്ടേ? വേണ്ട, എൻ്റെ കൂടെ ഇങ്ങനെ ചേർന്ന് കിടന്നാൽ മതി ഈ കുഞ്ഞിപ്പെണ്ട്. ദത്തൻ അവൾ ഇറുകെ പോണത് കൊണ്ട് പറഞ്ഞു. ദത്തനൊരു കയ്യിൽ തല താങ്ങി നിന്ന് വർണ്ണയെ നോക്കി. അവൻ്റെ നോട്ടം കണ്ട് വർണ്ണ ആകെ ചൂളിപ്പോയി. ദത്തൻ കുനിഞ്ഞവളുടെ മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. ഞാൻ കടിച്ചു തിന്നിട്ടേടി, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ദത്തൻ അവളുടെ കവളിൽ കടിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴും വർണ്ണയുടെ മുഖത്ത് ടെൻഷൻ മാത്രമാണുള്ളത്. ദേവു, നീ എന്തിനങ്ങനെ പേടിക്കുന്നേ? ഒന്നുമില്ലടാ. ദത്തൻ അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. അവൻ വർണ്ണയുടെ മേലുള്ള പുതപ്പിൽ പിടിച്ചതും വർണ്ണ പേടിയോടെ പുതപ്പിൽ പിടിമുറുക്കി. കുഞ്ഞേ. ദത്തൻ പ്രത്യേക താളത്തിൽ വിളിച്ചവളുടെ മേലുള്ള പുതപ്പ് പതിയെ മാറ്റി. തൻ്റെ പല്ലുകൾ ആഴ്ന്നിറങ്ങി ചുവന്ന് കിടക്കുന്നിടങ്ങളിൽ അവൻ പതിയൊന്ന് തഴുകിയതും വർണ്ണയെന്ന് എരിവ് വലിച്ചു. സോറിടാ, ഐ എം റിയലി സോറി. ദത്തൻ അവളുടെ ചുവന്ന പാടുകളിൽ പതിയെ ചുണ്ടുകൾ നിർത്തി. ശേഷം എഴുന്നേറ്റ് താഴെ കിടന്നിരുന്ന വർണ്ണയുടെ ഡ്രസ്സ് എടുത്ത് അവൾക്ക് കൊടുത്ത് അവൻ പുറത്തേക്ക് പോയി. വർണ്ണ ഡ്രസ്സ് ഇട്ട് പുറത്തേക്ക് വരുമ്പോൾ ദത്തൻ അവിടെ ഉണ്ടായിരുന്നില്ല. അവൾ കുളിക്കാനായി ഡ്രസ്സും എടുത്ത് പുറത്തേക്ക് വന്നപ്പോൾ ആരോടോ ഫോണിൽ സംസാരിച്ച് ദത്തൻ നിൽക്കുന്നുണ്ട്. ദത്ത, അവളുടെ വിളി കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. നിനക്കൊരു ഷർട്ടൊന്നുമില്ല ഇടാൻ? അവളുടെ നിൽപ്പും പാവവും കണ്ട് ദത്തന് ചിരി വന്നിരുന്നു. അവൻ ഫോണ് കട്ട് ചെയ്ത് ഒന്ന് ചുറ്റും നോക്കിയ ശേഷം മീശ പിരിച്ച് അവളുടെ അരികിലേക്ക് വന്നതും അപകടം മണത്ത പറഞ്ഞ് നേരെ ബാത്റൂമിലേക്ക് ഓടി. പക്ഷെ അവിടെ എത്തുന്നതിന് മുമ്പേ ദത്തൻ്റെ കൈകൾ അവളെ ചുറ്റിപ്പിടിച്ചിരുന്നു. എങ്ങോട്ടടി കള്ളി ഓടുന്നേ? ദത്തൻ അവളുടെ കഴുത്തിൽ കിളിയാക്കി ചോദിച്ചു. രാവിലെ തന്നെ ഷർട്ടിൻ്റെ അവൻ ഫ്രീ ഷോയായി ഇറങ്ങിയിരിക്കാം. കളിഞ്ഞ മാറ്റവളാടാ. മാറ്റവളെ തന്നെ ഞാൻ വിളിച്ചേ കള്ളീന്ന്. ഞാൻ കള്ളിയല്ല. അവളവൻ്റെ കൈ കിടന്ന് കുതിറി. അതെ, നീ കള്ളിയാ. അതിന് ഞാനെന്തോ നിന്നെ മോഷ്ടിച്ചേ? എൻ്റെ മനസ്സ്. ദത്തൻ്റെ ആ ഒറ്റ ഡയലോഗിൽ പറഞ്ഞ തലയും കുത്തി വീണു. എനിക്ക് കുളിക്കണം ദത്ത, എൻ്റെ വീട്. അവൾ സൗമ്യമായി പറഞ്ഞു. എന്നാ ഞാനും വരട്ടെ, നമുക്ക് ഒരുമിച്ച് കുളിക്കാം. എന്നാ വാ. ശരിക്കും? ദത്തൻ വിശ്വാസം വരാതെ വീണ്ടും ചോദിച്ചു. അവൾ നാണത്തോടെ തലയാടിയത് ദത്തനോട് മേലുള്ള പിടിയഴിച്ച് താഴേക്ക് ഇറക്കി നിർത്തി. അതേസമയം വർണ്ണ അവനെ നേരെ തിരിഞ്ഞ് ദത്തനെ പിന്നിലേക്ക് തള്ളി. കൂടെ കുളിക്കണം പോലും, വയസ്സങ്ങാതെ കള്ളക്കളവൻ്റെ ഒരു ആഗ്രഹങ്ങളെ. അത് പറഞ്ഞ് വർണ്ണ ബാത്റൂമിലേക്ക് കയറി വാതിലടിച്ചു. ആരടി കിളവൻ? ഇന്നലെ ഒരു വട്ടം മോള് കണ്ടതല്ലേ ചേട്ടൻ്റെ പെർഫോമൻസ്? അതുകൊണ്ട് അധികം പൂജിക്കാൻ നിൽക്കണ്ട. മുതലും പരിശീലിച്ചത് ഞാൻ അങ്ങ് തിരിച്ചു തരുവേ. മീശ പിരിച്ച് പറഞ്ഞുകൊണ്ട് ദത്തൻ വീട്ടിലേക്ക് കയറിപ്പോയി. അവൻ പറയുന്നത് കേട്ട് ഒരു നിമിഷം വർണ്ണയുടെ ശരീരമാകുന്ന വിറയിൽ കയറിപ്പോയി. ഇന്നലത്തെ കാര്യങ്ങൾ മനസ്സിലേക്ക് വരുന്തോറും അവളുടെ മുഖത്ത് നാണത്തിൻ്റെ ചുവപ്പ് പടർന്നു. തണുത്ത വെള്ള ശരീരത്തിലേക്ക് വീണതും ആകെ നീറിപ്പുകയുന്ന പോലൊരു തോന്നല്. അവൾ ബാത്റൂമിലെ കണ്ണാടിയിലേക്കൊന്ന് നോക്കി. തൻ്റെ കഴുത്തിലും പുറത്തുമായി പതിഞ്ഞു കിടക്കുന്ന ചുവന്ന പാടിലൂടെ പതിയൊന്ന് തലോടി. ഒപ്പം ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. കുളി കഴിഞ്ഞിറങ്ങിയ വർണ്ണ ദത്തനെ പേടിച്ച് മുറ്റത്ത് തന്നെ കറങ്ങി തിരിഞ്ഞു നിന്നു. കുറച്ചു കഴിഞ്ഞതും ദത്തൻ കുളിക്കാനായി പുഴക്കടവിലേക്ക് ഇറങ്ങുന്നത് കണ്ടതും വർണ്ണ ആശ്വാസത്തോടെ അടുക്കള വഴി അകത്തേക്ക് കയറി. അവൾ റൂമിൽ വന്ന് സിന്ദൂരച്ചപ്പിൽ നിന്നും ഒരു നുള്ളി കുങ്കുമം തൊട്ട് അടുക്കളയിലേക്ക് നടന്ന് പോകുന്ന വഴി അവളുടെ കണ്ണുകൾ അപ്പുറത്തെ മുറിയിലേക്ക് എത്തി. റൂം ദത്തൻ വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. ബെഡ്ഷീറ്റും മാറ്റിയിട്ടുണ്ട്. അവൾ നേരെ അടുക്കളയിലേക്ക് നടന്നു. ഗ്യാസും ഫ്രിഡ്ജും മറ്റു അത്യാവശ്യ സാധനങ്ങളും അടുക്കളയിലുണ്ടായിരുന്നു. വർണ്ണ ഫ്രിഡ്ജിൽ നിന്നും ദോശമാവ് എടുത്ത് ദോശ ഉണ്ടാക്കാൻ തുടങ്ങി. കുളി കഴിഞ്ഞ് ദത്തൻ അകത്തേക്ക് കയറി വന്നു. വർണ്ണയെ റൂമിൽ കാണാത്തത് കൊണ്ട് അവൻ ടവൽ കൊണ്ട് തലതോർത്തി അടുക്കളയിലേക്ക് വന്നു. ദോശയുണ്ടാക്കുന്ന വർണ്ണയെ നോക്കി ദത്തൻ ഡോറിൽ ചാരി നിന്നു. ഒരു ടീഷർട്ടും ഹാഫ് പാൻസുമാണ് അവളുടെ വേഷം. ആ ഡ്രസ്സിൽ അവൾ ഒന്നുകൂടെ ചെറുതായ പോലെ തോന്നി ദത്തന്. അവന് കൺമുന്നിൽ നിൽക്കുന്ന ഓരോ നിമിഷവും അവനിലുണ്ടാകുന്ന മാറ്റങ്ങൾ അവന് പോലും നിയന്ത്രിക്കാനായിരുന്നില്ല.
ദോശ പൊട്ടാതെ കറക്റ്റായി മറിച്ചിടാൻ ശ്രമിക്കുന്നിടയിലാണ് രണ്ട് ബലിഷ്ഠമായ കൈകൾ തൻ്റെ അരയിലൂടെ ചുറ്റി മുറുകുന്നത് വർണ്ണ അറിഞ്ഞത്. ദത്ത അടങ്ങിയിരുന്നോട്ടോ, അവൾ ശാസിനിയോട് പറഞ്ഞു. ഞാൻ കുറച്ചു നേരം എൻ്റെ ഭാര്യയെ സ്നേഹിക്കട്ടെ നീ. ദത്തൻ വർണ്ണയെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് അവളുടെ പിൻകഴുത്തിലായി മുഖം ചേർത്തു. കുളി കഴിഞ്ഞു വന്ന അവൻ്റെ മുടിയിലെ വെള്ളം അവളുടെ കഴുത്തിലും പുറത്തുമായി പറ്റിപ്പിടിച്ചു. അടുത്ത നിമിഷം ദത്തൻ അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തിലൂടെ ഓടി നടന്നു. അതവസാനം അവളുടെ ആദരങ്ങളിൽ വന്നു നിന്നു. ദത്തൻ അവളുടെ പിൻകഴുത്തിൽ ഒരു കൈ കൊണ്ട് പിടിച്ച് മറ്റേ കൈ അവളുടെ ഇടുപ്പിലായും പിടിച്ച് തൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ചു. അനങ്ങാതെ ഇരുവരും കണ്ണടച്ച് അങ്ങനെ എത്ര നേരം നിന്നൊന്നും അറിയില്ല. എവിടെ നിന്നും കരിഞ്ഞ മണം വന്നപ്പോഴാണ് രണ്ടുപേരും പരസ്പരം വിട്ടാകുന്നത്. വർണ്ണ ദേഷ്യത്തിൽ കരിഞ്ഞ ദോശയിലേക്കും ദത്തൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി. സോറി, അത് പറഞ്ഞ് ദത്തനൊരു വളിച്ച ചിരി പാസാക്കി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വർണ്ണ ബെഡിൽ വന്ന് കിടന്നു. കറങ്ങുന്ന ഫാനിലേക്ക് നോക്കി കിടക്കുന്ന വർണ്ണയെ കണ്ട് ദത്തൻ റൂമിലേക്ക് വന്നു. എന്താണ് എത്ര വലിയ ആലോചന? ടേബിളിൻ്റെ മുകളിൽ ഫയലുകളും മറ്റും മടക്കി വെക്കുന്നതിൽ ദത്തൻ ചോദിച്ചു. പക്ഷെ വർണ്ണ അതൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. അത് കണ്ട് ദത്തൻ മേശപ്പുറത്തിരുന്ന പെണ്ണ് അവളുടെ മേലേക്ക് എറിഞ്ഞു. ഡേയ്! ദത്തൻ്റെ വിളിയിൽ അവൾ ഞെട്ടിപ്പിടിഞ്ഞ് എഴുന്നേറ്റു. എന്താ ദത്ത, എന്തിനാ വിളിച്ചേ? നീ എന്താ കണ്ണു തുറന്ന് സ്വപ്നം കാണായിരുന്നോ? എത്ര നേരം ഞാൻ വിളിക്കുന്നു? ആണോ? ഞാൻ കേട്ടില്ല. വർണ്ണ ബെഡിലേക്ക് തന്നെ കിടന്ന് ദത്തൻ നിൽക്കുന്ന ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടന്നു. അവൻ കൊണ്ടുവന്നിരുന്ന ഓഫീസ് ഫയലുകളും പേപ്പേഴ്സും ടേബിളിൽ ഭംഗിയായി ഒതുക്കി വെക്കുന്നത് നോക്കി വർണ്ണ കിടന്നു. എന്താടാ പറ്റിയേ? വൈ എൻ്റെ കുട്ടിക്ക്? ഒന്നുമില്ല, ഞാനൊരു കാര്യം പറഞ്ഞാൽ കേൾക്കോ ദത്ത? എന്തേ എൻ്റെ കുഞ്ഞി പറ. ദത്തൻ അവളുടെ അരികിലായി വന്നിരുന്ന നെറുകയിൽ തലോടി. നമുക്ക് തറവാട്ടി പോവാൻ ദത്ത. ഇവിടെ നമ്മൾ മാത്രം ഒറ്റയ്ക്കൊരു സുഖമല്ല. എനിക്ക് ഭദ്രയും ശിലുവിനെയും കാണും തോന്നുക. എല്ലാവരും മിസ് ചെയ്യാം. അതെങ്ങനെയാ നമ്മൾ പോവാ? എൻ്റെ കുട്ടിക്ക് ഇവിടെ ക്ലാസ് ഇല്ലേ? പിന്നെ ഓഫീസ്, എൻ്റെ വർക്കുകൾ എല്ലാം വിട്ടിട്ട് നമ്മളെങ്ങനെയാ അവിടെ പോയി നിൽക്കുക? അവൾ സങ്കടത്തോടെ നിന്ന് മൂളി കണ്ണടച്ച് കിടന്നു. ദത്തൻ തനിക്ക് നോക്കാനുള്ള ചില ഫയലുകൾ എടുത്ത് ബെഡ് റെസ്റ്റിലേക്ക് ചാരിയിരുന്നു. ഒരു കയ്യിൽ ഫയൽ പിടിച്ച് മറു കൈ കൊണ്ട് വർണ്ണയുടെ നെറുകയിൽ തലോടിക്കൊണ്ടിരുന്നു. ദത്ത, ദത്ത, എന്താടാ? എനിക്ക് ബിരിയാണി വാങ്ങിത്തരുമോ? ഇന്നലെ വാങ്ങിച്ച സ്ഥലത്ത് നിന്ന് മതി. സങ്കടം കൊണ്ടാ. ദത്തൻ്റെ നോട്ടം കണ്ട് വർണ്ണ നിഷ്കളങ്കത വാരി വിതറി. എൻ്റെ കുട്ടിയൊന്ന് എണീറ്റേ, എൻ്റെ കുട്ടിയൊന്ന് എണീറ്റേ. ബിരിയാണിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. ദത്തൻ വർണ്ണയെ ബെഡിൽ എഴുന്നേൽപ്പിച്ചിരുത്തി നേരെ അടുക്കളയിലേക്ക് പോയി. ഒരു ഗ്ലാസ് വെള്ളവുമായി വന്ന് ടേബിളിൻ്റെ ഡ്രോ തുറന്ന് ഒരു ടാബ്ലറ്റ് എടുത്ത് വർണ്ണയുടെ അരികിലേക്ക് വന്നു. ദാ ഇത് കഴിക്ക്. എന്തിനാ ദത്ത കുളിക? എനിക്ക് അസുഖമൊന്നുമില്ല. അവൾ തന്നെ നെറ്റിയിലും കഴുത്തിലും തൊട്ടുകൊണ്ട് പറഞ്ഞു. ഒന്നും ഉണ്ടാകാതിരിക്കാൻ അത് കഴിക്കാൻ പറയുന്നേ. വർണ്ണ ഒന്നും മനസ്സിലായില്ലെങ്കിലും അത് വാങ്ങി കഴിച്ചു. ദത്ത, വെറുതെ ഇങ്ങനെ ഗുളിക കഴിച്ചാൽ മരിച്ചു പോവില്ലേ? അല്ല, നീ എന്താ കാണിക്കാതെ? നിഷ്കളങ്കമായി പറയുന്ന അവളെ കണ്ട് ദത്തന് വല്ലാത്ത വാത്സല്യം തോന്നി. അവൻ കയ്യിലെ ഗ്ലാസ് ടേബിളിന് മുകളിൽ വെച്ച് വർണ്ണയുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു. എൻ്റെ ദേവകുട്ടി ഇപ്പോൾ ചെറിയ മോളല്ലേ, അപ്പോൾ ഒരു കുഞ്ഞാവെങ്ങാനും വന്നാൽ എൻ്റെ കുട്ടിക്കത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല, എനിക്കെൻ്റെ കുഞ്ഞാവയെ സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല. അങ്ങനെ ഉണ്ടാവാതിരിക്കാനായി ടാബ്ലറ്റ്സ്. ദത്തൻ അവളെ നോക്കി പറഞ്ഞതും അവളുടെ മുഖത്ത് മാറി വരുന്ന ഭാവങ്ങൾ നോക്കി കാണുകയായിരുന്നു അവൻ. അയ്യടാ, എന്താ അവളുടെ ഒരു നാണം! അത് പറഞ്ഞ് ദത്തൻ അവളുടെ വയലിലേക്ക് മുഖം ചെയ്ത് കിളിയാക്കി. വർണ്ണുറക്കെ കുലുങ്ങി ചിരിച്ചുകൊണ്ട് ബെഡിലേക്ക് വീണു. അവളുടെ ചിരിയൊലികൾ ആ റൂമിലാകെ പ്രതിധ്വനിച്ചു. ദത്തൻ പെട്ടെന്ന് എണീറ്റ് അവളുടെ ഇരു സൈഡിലുമായി കൈകുത്തി നിന്നതും വർണ്ണ ചിരി നിർത്താൻ പാടുപെട്ടു. ഇങ്ങനെ ചിരിക്കാതിരി പെണ്ണേ, ഐ കാൻ കൺട്രോൾ. ദത്തൻ തൻ്റെ മുഖം അവളുടെ മുഖത്തേക്ക് മുട്ടിച്ചു. വർണ്ണയുടെ പിടക്കുന്ന മിഴികളും വിറക്കുന്ന അതിരങ്ങളും ദത്തനിൽ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. അവൻ ഇരുകൈകളും കുത്തി അവൾക്കധികം ഭാരമാവാത്ത രീതിയിൽ അവളുടെ ശരീരത്തിലേക്ക് വന്നു. ദത്തൻ്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് ചേർന്നതും വർണ്ണയെന്ന് ഉയർന്നു പോയി. അവൻ്റെ മുഖം അവളുടെ ശരീരമാകെ എന്തിനോ അലഞ്ഞു നടന്നു. അവൻ വീണ്ടും അവളിൽ പുതിയ പ്രണയക്കാവ് രചിച്ചു. മാറി മറിയുന്ന വസ്ത്രങ്ങൾ പതിയെ അടിഞ്ഞു മാറി. അവളിൽ ഓരോ രോമകൂപങ്ങളെയും തൊട്ടുണർത്തി ദത്തൻ വീണ്ടും അവളിൽ പടർന്നു കയറി. അവൻ്റെ ചുംബനങ്ങളുടെ സ്പർശനത്തിൻ്റെ പ്രണയത്തിൻ്റെ ആലാസത്തിൽ അവളും സ്വയം മറന്നു. അവസാനം അവളിലേക്ക് ഒരിക്കൽ കൂടി അവൻ ആഴ്ന്നിറങ്ങി. ദത്തനൊരു തളർച്ചയോടെ അവളുടെ മാറിലേക്ക് ചേർന്ന് കിടന്നു. കിതപ്പടക്കാൻ രണ്ടുപേരും ഒരുപാട് പണിപ്പെട്ടു. ശരീരങ്ങൾ തമ്മിൽ വീഴ്ത്തൊരുങ്ങി. അവളിലേക്ക് വീണ്ടും വീണ്ടും ആഴ്ന്നിറങ്ങാൻ അവൻ കൊതിച്ചുവെങ്കിലും സ്വയം വിലക്കി. ദത്തൻ ബെഡിലേക്ക് കിടന്ന് അടുത്ത് കിടക്കുന്നവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. തളർന്ന് കിടക്കുന്നവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. വർണ്ണയെ നാണത്താൽ അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ അവനെ നെഞ്ചിലേക്ക് മുഖമൊളിപ്പിച്ച് വെച്ചു.